ഹലോ ഡിയർ സ്റ്റുഡൻസ്, എക്സൽ കോഴ്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഞാൻ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളായി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എക്സലിലുള്ള പ്രധാനപ്പെട്ട ഫങ്ഷൻസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. എക്സലിൽ ഏതൊക്കെ ഫങ്ഷൻസ് നമ്മൾ എന്ത് ചെയ്തു ഡിസ്കസ് ചെയ്തു? നമ്മൾ ആദ്യം മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ് ഡിസ്കസ് ചെയ്തു അല്ലേ. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഡേറ്റ് ഫങ്ഷൻസ് ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ ടെക്സ്റ്റ് ഫങ്ഷൻസ് ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സലിലെ ഇമ്പോർട്ടൻ്റ് ഫങ്ഷൻസ് ആയ ലോജിക്കൽ ഫങ്ഷൻസിനെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഏതൊക്കെയാണ് എക്സലിലെ പ്രധാനപ്പെട്ട ലോജിക്കൽ ഫങ്ഷൻസ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഈഫ്, ദെൻ ഈഫ് ആൻഡ്, ദെൻ ഈഫ് ഓർ, then nested if, then sum if, count if, average if, sum if s, count if s, average if s. സോ ഇത്തരത്തിലുള്ള 10 ലോജിക്കൽ ഫങ്ഷൻസിനെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ്. എക്സലിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് എന്ത് ലോജിക്കൽ ഫങ്ഷൻസ്. സോ ലോജിക്കൽ ഫങ്ഷൻസ് എന്താണെന്ന് ഞാനിങ്ങനെ പറയുന്നതിനേക്കാൾ ബെറ്റർ ചെയ്തു പഠിക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഒന്നുകൂടി ബെറ്റർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് എന്ത് ചെയ്യാം, ഇല്ലുസ്ട്രേഷൻസിലേക്ക് പോവാം. ലോജിക്കൽ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട ഇല്ലുസ്ട്രേഷനിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് പോവാം. ഇവിടെ നോക്കിയേ, നമുക്ക് ഈഫ് എന്ന് പറയുന്ന ആദ്യം നമ്മൾ ഈഫ് എന്ന് പറയുന്ന കണ്ടീഷൻ വെച്ചിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഇല്ലുസ്ട്രേഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ഒരു സ്ഥാപനത്തിലെ സെയിൽസ് റെപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഡാറ്റ സെറ്റാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സെയിൽസ്മാൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, അവർ നടത്തിയിരിക്കുന്ന സെയിൽസ് എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് കണ്ടെത്തണം? ഇൻസെൻറ്റീവ് കണ്ടെത്തണം. ഓക്കെ, സോ ഇൻസെൻറ്റീവ് കണ്ടെത്താനുള്ള ഒരു മെട്രിക്സ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻസെൻറ്റീവ് മെട്രിക്സ് കൊടുത്തിട്ടുണ്ട്. ലെസ് ദാൻ 30,000 ഇൻസെൻറ്റീവിനില്ലാണ്. 30,000 താഴെ സെയിൽസ് വാല്യൂ ഉള്ള എംപ്ലോയിക്ക് സെയിൽസ് റെപ്പിന് ഇൻസെൻറ്റീവ് ഒന്നുമില്ല, നില്ലാണ്. ഇനി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30,000, 30,000 അല്ലെങ്കിൽ 30,000 മുകളിലോ സെയിൽസ് വാല്യൂ ഉള്ള എംപ്ലോയിക്ക് 10% ഓഫ് സെയിൽസ് വാല്യൂ, അദ്ദേഹം എത്രയാണോ സെയിൽസ് നടത്തിയിരിക്കുന്നത് അതിൻ്റെ 10% എന്ത് കിട്ടും, ഇൻസെൻറ്റീവ് കിട്ടും. ഓക്കെ, സോ ഇവിടെ നമുക്ക് കണ്ടീഷൻസ് വരുന്നില്ലേ? എന്തൊക്കെ കണ്ടീഷൻസാണ് വരുന്നത്? 30,000 താഴെ സെയിൽസ് വാല്യൂ ഉള്ള എംപ്ലോയിക്ക് സെയിൽസ് റെപ്പിന് ഇൻസെൻറ്റീവ്സ് ഒന്നുമില്ല, നില്ലാണ്. ഇനി 30,000-നും 30,000 മുകളിലും സെയിൽസ് വാല്യൂ ഉള്ള എംപ്ലോയിക്ക് ഇൻസെൻറ്റീവ് വരുന്നത് എത്രയാണ്? 10% ഓഫ് സെയിൽസ് വാല്യൂ. അപ്പോൾ ഇത്തരത്തിലുള്ള കാൽക്കുലേഷൻസ് നടത്താനായിട്ട്, ഇത്തരത്തിൽ കണ്ടീഷൻസ് ഒക്കെ വരുന്ന കാൽക്കുലേഷൻസ് ഒക്കെ നടത്താനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണെന്ത്, ഈ ഫംഗ്ഷൻ, ലോജിക്കൽ ഫംഗ്ഷനിലെ ഈ ഫംഗ്ഷൻ. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ നമുക്ക് ജസ്റ്റ് കണ്ടെത്തി നോക്കാം. ഇപ്പോൾ ഈ ഫംഗ്ഷൻസ് ഒന്നും നമുക്ക് അറിയില്ലായിരുന്നുവെങ്കിൽ, എക്സലിൽ ഈ ഫംഗ്ഷനൊന്നും അറിയില്ലായിരുന്നുവെങ്കിൽ ഇത് നമ്മളെങ്ങനെ ചെയ്യാം? ഇപ്പോൾ പ്രകാശ് എന്ന് പറയുന്ന സെയിൽസ് റെപ്പിൻ്റെ സെയിൽസ് വാല്യൂ 75,872 ആണല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 30,000 മുകളിലുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് കിട്ടും? അദ്ദേഹത്തിൻ്റെ സെയിൽസ് വാല്യൂവിൻ്റെ 10% ഇൻസെൻറ്റീവ് കിട്ടും. എന്ത് ചെയ്തും എങ്ങനെ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക? ഈഫ് എന്ന് പറഞ്ഞ കണ്ടീഷൻസ് ഒന്നും, ഈഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷനൊന്നും നമുക്ക് അറിയില്ലെങ്കിൽ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഇസ് ഈക്വൽ ടു കൊടുക്കും, എന്നിട്ട് സെയിൽസ് വാല്യൂ ക്ലിക്ക് ചെയ്യും, എന്നിട്ട് ഇൻറ്റു എത്ര കൊടുക്കും? 10% എന്ന് കൊടുക്കും, എന്നിട്ട് എൻ്റർ കീ അടിക്കും. ഇനി അടുത്തതും അമാനാണ്. അമാൻ്റെ സെയിൽസ് വാല്യൂ 30,000 മുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻസെൻറ്റീവ് എങ്ങനെ കണ്ടെത്തും? അദ്ദേഹത്തിൻ്റെ സെയിൽസ് വാല്യൂ ഇൻറ്റു 10% എന്ന് കണ്ടെത്തും, എന്നിട്ട് എൻ്റർ കീ അടിക്കും. ഇനി അടുത്തത് രാഹുൽ എന്ന് പറയുന്ന എംപ്ലോയിയുടെ സെയിൽസ് വാല്യൂ ബിലോ 30,000 ആണ്, 30,000 താഴെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇൻസെൻറ്റീവ് ഒന്നുമില്ല. അപ്പോൾ എന്ത് വരണം? ഇവിടെ നില്ലെന്ന് ടൈപ്പ് ചെയ്യണം. ഇനി അടുത്തത് സബരീഷ് എന്ന് പറയുന്ന ആളുടെ സെയിൽസ് വാല്യൂ 84,850 ആണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് കിട്ടും? അദ്ദേഹത്തിൻ്റെ സെയിൽസ് വാല്യൂവിൻ്റെ 10% എന്ത് കിട്ടും? ഇൻസെൻറ്റീവ് കിട്ടും. അതുപോലെ ജിതേഷ് എന്ന് പറയുന്ന എംപ്ലോയിയുടെ സെയിൽസ് വാല്യൂ 82,000 ആണ്. അദ്ദേഹത്തിന് എന്ത് കിട്ടും? 82,000 10% എന്ത് കിട്ടും? ഇൻസെൻറ്റീവ് കിട്ടും. അപ്പോൾ ഈക്വൽ ടു 82,000 ഇൻറ്റു
10% ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 8,200 എന്ത് കിട്ടും, ഇൻസെൻറ്റീവ് കിട്ടും. ഇനി ഫിലിപ്പിൻ്റെ ഇതേപോലെ തന്നെ അദ്ദേഹത്തിന് 10% ഇൻസെൻറ്റീവ് കിട്ടും. കാരണം അദ്ദേഹത്തിൻ്റെ സെയിൽസ് വാല്യൂ ഗ്രേറ്റർ ദാൻ 30,000 ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സെയിൽസ് വാല്യൂ സെലക്ട് ചെയ്തിട്ട് ഇൻറ്റു 10% ചെയ്താൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഇൻസെൻറ്റീവ് കണ്ടെത്തും. അപ്പോൾ ഇത് കുറച്ച് ഡാറ്റ ഉള്ളുവെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും അല്ലേ. പക്ഷേ നമുക്ക് ഒരുപാട് ഡാറ്റ താഴത്തേക്ക് കുറേ എംപ്ലോയീസിൻ്റെ പേരും സെയിൽസ് വാല്യൂയും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്ത് പോലെ പോസിബിൾ അല്ല, ഒരുപാട് സമയം എടുക്കും. എന്നാൽ ഈ ഒരു ഡാറ്റ നമുക്ക് ഒറ്റ ക്ലിക്കിൽ കിട്ടുകയാണെങ്കിലോ അത് കുറച്ചും കൂടി ഈസി ആവില്ലേ. നമ്മുടെ വർക്ക് കുറച്ചും കൂടി ഈസിയർ ആക്കും, നമ്മുടെ ടാസ്ക് കുറച്ചും കൂടി ഈസിയർ ആക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് എന്ത്, ഈഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, സോ എങ്ങനെയാണ് ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പ്രകാശ് എന്ന് പറയുന്ന ആളുടെ ഇൻസെൻറ്റീവ് കണ്ടെത്താൻ വേണ്ടിയിട്ട് സീക്വൽ ടു ഈഫ് എന്ന് ഉപയോഗിച്ചു. ഈഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ടൈപ്പ് ചെയ്തു, ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഈഫ് എന്ന് പറയുന്ന ഫംഗ്ഷന് 3 പാരാമീറ്റേഴ്സാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ലോജിക്കൽ ടെസ്റ്റ്, വാല്യൂ ഈഫ് ട്രൂ, വാല്യൂ ഈഫ് ഫാൾസ്. അങ്ങനെ 3 പാരാമീറ്റേഴ്സാണ് എന്തുള്ളത്, ഈഫ് എന്ന് പറയുന്ന ഫംഗ്ഷനുള്ളത്. അപ്പോൾ ആദ്യത്തെ പാരാമീറ്റർ എന്താ, ലോജിക്കൽ ടെസ്റ്റ് ആണ് അല്ലേ. നമ്മൾ എന്താണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അതാണ് ലോജിക്കൽ ടെസ്റ്റ്. ഇവിടെ നമ്മൾ എന്താ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, പ്രകാശ് എന്ന് പറയുന്ന ആളുടെ സെയിൽസ് വാല്യൂ B3 എന്ന് പറയുന്ന സെല്ലിൽ കൊടുത്തിരിക്കുന്ന സെയിൽസ് വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30,000 ആണോ, അതാണ് നമ്മൾ ഇവിടെ ലോജിക്കൽ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. B3 എന്ന് പറയുന്ന സെല്ലിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30,000 ആണോ, അതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി കോമ ഇട്ട് കൊടുക്കുക. അപ്പോൾ അടുത്ത പാരാമീറ്ററിലേക്ക് ജമ്പ് ചെയ്യും. ഇനി അടുത്ത പാരാമീറ്റർ ഏതാ, വാല്യൂ ഇഫ് ട്രൂ. ഈ ഒരു ലോജിക്കൽ ടെസ്റ്റ്, ഇപ്പോൾ നമ്മൾ ലോജിക്കൽ ടെസ്റ്റ് കൊടുത്തല്ലോ, B3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30,000. ഈ ഒരു ലോജിക്കൽ ടെസ്റ്റ് ട്രൂ ആണെങ്കിൽ എന്താണ് ടേൺ ചെയ്യേണ്ടത്, ഈ ഒരു ഇൻസെൻറ്റീവ് എന്ന് പറയുന്ന കോളത്തിൽ എന്താണ് വരേണ്ടത്, അതാണ് വാല്യൂ ഓഫ് ട്രൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ട്രൂ ആണെങ്കിൽ, ലോജിക്കൽ ടെസ്റ്റ് ട്രൂ ആണെങ്കിൽ എക്സൽ എന്താ നമുക്ക് കണ്ടെത്തി തരേണ്ടത്, ഈ സെയിൽസ് വാല്യൂ B3ൻ്റെ 10% എന്ത് ചെയ്യണം, ഇൻസെൻറ്റീവ് കണ്ടെത്തി തരണം. ഓക്കെ, ട്രൂ ആണെങ്കിൽ, ലോജിക്കൽ ടെസ്റ്റ് ട്രൂ ആണെങ്കിൽ. ഇനി കോമ, ഇനി അടുത്ത പാരാമീറ്റർ ഏതാ, വാല്യൂ ഈ ഫാൾസ്. ഈ ഒരു ലോജിക്കൽ ടെസ്റ്റ് തെറ്റാണ്. ഈ B3 എന്ന് പറയുന്ന സെല്ലിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റ 30,000 താഴെയാണെങ്കിൽ എന്താ വരേണ്ടത്, ഈ ഇൻസെൻറ്റീവ് എന്ന് പറയുന്ന കോളത്തിൽ എന്ത് വരണം, നിൽ എന്ന് വരണം. അപ്പോൾ നമ്മളറിയാം ഫംഗ്ഷൻസിൻ്റെ ഉള്ളിൽ നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഡബിൾ ടു കോമയിൽ എന്ത് കൊടുക്കണം, നിൽ എന്ന് ടൈപ്പ് ചെയ്യണം. ഒരു ഡബിൾ ടു കോമ ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, എൻ്റർ കീ അടിക്കുക. ഇനി എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ക്ലിക്ക് ചെയ്താൽ മതി, ബാക്കിയുള്ളവരുടെയൊക്കെ എന്ത് കണ്ടെത്തി തരും, ഇൻസെൻറ്റീവ് കണ്ടെത്തി തരും. ക്ലിയർ അല്ലേ. ഇപ്പോൾ നോക്കിയാൽ നമ്മൾ നേരത്തെ എത്രയോ സമയം എടുത്ത് ചെയ്ത് നമ്മൾ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനിയിപ്പോൾ ഇയാളുടെ നില്ലാവാനുള്ള കാരണം എന്താ, ഇദ്ദേഹത്തിൻ്റെ സെയിൽസ് വാല്യൂ, രാഹുൽ എന്ന് പറയുന്ന ആളുടെ സെയിൽസ് വാല്യൂ ബിലോ 30,000 ആണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, അദ്ദേഹത്തിന് നില്ലായത്. ഇനി രാഹുൽ എന്ന് പറയുന്ന ആളുടെ സെയിൽസ് വാല്യൂ നമ്മളിവിടെ 30,000 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞ കോളത്തിൽ 3,000 എന്ന് വരും. 30,000 10% എന്ത് കിട്ടും, അദ്ദേഹത്തിന് ഇൻസെൻറ്റീവ് കിട്ടും. ഇനി 42,500 എന്നാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻസെൻറ്റീവ് എത്ര വരും, 4,250 എന്ന് വരും. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഇവിടെ നില്ലെന്ന് വരാനുള്ള കാരണം ഈ രാഹുൽ എന്ന് പറയുന്ന ആളുടെ സെയിൽസ് വാല്യൂ ബിലോ 30,000 ആയിരുന്നു, അതുകൊണ്ടാണ് നില്ല് വന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാൽക്കുലേഷൻസ് നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണത് ഈഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഒരു ടെസ്റ്റ് നടത്തിയിട്ട് ആ ടെസ്റ്റ് ട്രൂ ആണോ ഫാൾസ് ആണോ അതിൻ്റെ റിസൾട്ട് കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണത് ഈഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ഇല്ലുസ്ട്രേഷൻ ഇതേപോലെ തന്നെ ഈ ഫംഗ്ഷൻ വെച്ചിട്ടുള്ള മറ്റൊരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. ഇവിടെ നോക്കിയേ, MNC മൊബൈൽസ് എന്ന് പറയുന്ന കാലിക്കറ്റുള്ളൊരു സ്ഥാപനത്തിൻ്റെ എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. എംപ്ലോയീസിൻ്റെ കോഡ് കൊടുത്തിട്ടുണ്ട്, അവരുടെ നെയിം കൊടുത്തിട്ടുണ്ട്, ഡെസിഗ്നേഷൻ അവർ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്, അവർക്ക് കിട്ടുന്ന സാലറി കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് കണ്ടെത്തണം, HR കണ്ടെത്തണം, DA കണ്ടെത്തണം, TA കണ്ടെത്തണം, അവർക്ക് കിട്ടുന്ന ടോട്ടൽ സാലറി എത്രയെന്ന് കണ്ടെത്തണം. ഓക്കെ, ഈ HR, DA, TA ഇതൊക്കെ കണ്ടെത്താൻ എങ്ങനെയാണ് കണ്ടെത്തുക എന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, താഴെ ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്, താഴെ ഒരു ടെക്സ്റ്റിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്, ഫിൽ ദി എബോവ് ടേബിൾ. താഴെ മുകളിൽ കൊടുത്തിരിക്കുന്ന ടേബിളിൽ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്.
എങ്ങനെയാണ് നമ്മൾ എച്ച് ആർ എ കണ്ടെത്തുക നോക്കിയ ഒന്നാമത്തെ എന്താ പറയുന്നത്, ഇഫ് സാലറി എബോവ് 5,000 എച്ച് ആർ എ വിൽ ബി 10% സാലറി, അതർവൈസ് ഇറ്റ് വിൽ ബി 5%. എന്താ അർത്ഥം? ഇപ്പോൾ ഒരു എംപ്ലോയിയുടെ സാലറി 5,000 മുകളിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാലറിയുടെ 10% എന്ത് കിട്ടും? എച്ച് ആർ എ കിട്ടും. ഇനി 5,000 താഴെയാണെങ്കിൽ, ഒരു എംപ്ലോയിയുടെ സാലറി 5,000 താഴെയാണെങ്കിൽ അദ്ദേഹത്തിന് എന്തേ കിട്ടുള്ളൂ? അദ്ദേഹത്തിൻ്റെ സാലറിയുടെ 5% എച്ച് ആർ എ കിട്ടുകയുള്ളൂ. സോ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതാണ് ഉപയോഗിക്കുക? ഈഫ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഉപയോഗിക്കുക അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? സീക്വൽ ടു ഈഫ് എന്ന് കൊടുത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ആദ്യത്തെ പാരാമീറ്റർ എന്താ? ലോജിക്കൽ ടെസ്റ്റ് അല്ലേ. നമ്മളെന്താ ടെസ്റ്റ് ചെയ്യേണ്ടത്? ഫസ്റ്റ് എന്താ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്? ഈ സാലറി, ഗിരീഷ് എന്ന് പറയുന്ന എംപ്ലോയിയുടെ സാലറി K3 എന്ന് പറയുന്ന സെല്ലിൽ കൊടുത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സാലറി 8,500 എന്ന് പറയുന്ന ആ ഒരു ഡാറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5,000 ആണോ, 5,000 തുല്യമോ അല്ലെങ്കിൽ 5,000 മുകളിലാണോ, അതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോണത്. ഇനി കോമ, ഈ ലോജിക്കൽ ടെസ്റ്റ് ട്രൂ ആണെങ്കിൽ, K3 എന്ന് പറയുന്ന സെല്ലിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റ 5,000 മുകളിലാണെങ്കിൽ എന്താണ് നമുക്ക് എച്ച് ആർ എന്ന് പറയുന്ന കോളത്തിൽ ടേൺ ചെയ്ത് വരേണ്ടത്? ട്രൂ ആണെങ്കിൽ എന്താ വരേണ്ടത്? പിന്നെ അദ്ദേഹത്തിൻ്റെ സാലറിയുടെ K3 ഇൻറ്റു എത്ര പെർസെൻറ്റേജ് എച്ച് ആർ വരണം? 10%. K3 ഇൻറ്റു 10% എന്ന് വരണം. അദ്ദേഹത്തിൻ്റെ സാലറിയുടെ 10% എച്ച് ആർ കണ്ടെത്തി തരണം. ഇനി കോമ, ഇത് ഈ ലോജിക്കൽ ടെസ്റ്റ് ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആണെങ്കിൽ, ട്രൂ അല്ല ഫാൾസ് ആണെങ്കിൽ, K3 എന്ന് പറയുന്ന സെല്ലിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റ 5,000 മുകളിലല്ല 5,000 താഴെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ എച്ച് ആർ എത്ര വരേണ്ടത്? അദ്ദേഹത്തിൻ്റെ സാലറീൻ്റെ 5%. അപ്പോൾ വാല്യൂ ഫാൾസ് എന്നുള്ളടത്ത് നിന്ന് കൊടുക്കുക, K3 ഇൻറ്റു 5% എന്ന് കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻട്രി കീ അടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ഗിരീഷ് എന്ന് പറയുന്ന എംപ്ലോയിയുടെ എച്ച് ആർ കിട്ടും 8,850 850 കിട്ടും. ഇദ്ദേഹത്തിന് എച്ച് ആർ 850 കിട്ടാനുള്ള കാരണം എന്താ? ഇദ്ദേഹത്തിൻ്റെ സാലറി എത്രയാണ്? 5,000 മുകളിലല്ലേ, 8,500 അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് കിട്ടും? 10% കിട്ടും. എച്ച് ആർ 10% കിട്ടും. 8,500ൻ്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 850 ആണ്. ഇനി എന്ത് ചെയ്താൽ മതി? ബാക്കിയുള്ളവരതൊക്കെ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കണ്ടെത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഡ്രാഗ് ചെയ്താൽ മാത്രം മതി. ബാക്കിയുള്ളവരുടെ എച്ച് ആർ എന്ത് ചെയ്യും? എക്സൽ കണ്ടെത്തി തരും. ഓക്കെ. ഇനി ഇദ്ദേഹത്തിൻ്റെ സാലറി, ഈ മഹേഷ് എന്ന് പറയുന്ന എംപ്ലോയിയുടെ എച്ച് ആർ 75 വരാനുള്ള കാരണം എന്താ? അദ്ദേഹത്തിൻ്റെ പിന്നെ സാലറി ബിലോ 5,000 ആണ്, 5,000 താഴെയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് എന്തേ കിട്ടുള്ളൂ? അദ്ദേഹത്തിൻ്റെ സാലറിൻ്റെ 5% എച്ച് ആർ കിട്ടുള്ളൂ. 1,500ൻ്റെ 5% എത്രയാണ്? സീക്വൽ ടു 1,500 ഇൻറ്റു 5% ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 75 എന്ന് കിട്ടും അല്ലേ. അതാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? എക്സൽ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. ഓക്കെ. സോ നമ്മൾ എന്ത് ചെയ്തു? എച്ച് ആർ കണ്ടെത്തി. ഇനി ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഡി എ കണ്ടെത്തണം. എങ്ങനെ ഡി എ കണ്ടെത്തുക? ഈ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തേത് നോക്കിയേ, ഈഫ് സാലറി എബോവ് 5,000 ഡി എ വിൽ ബി 5% ഓഫ് സാലറി, അതർവൈസ് ഇറ്റ് വിൽ ബി 1%. ഇതതിൻ്റെ അർത്ഥം, ഇപ്പോൾ ഒരു എംപ്ലോയിയുടെ സാലറി 5,000 മുകളിലാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഡി എ അദ്ദേഹത്തിൻ്റെ സാലറീൻ്റെ 5% ആയിരിക്കും. അല്ലെങ്കിൽ എന്താണ്? അദ്ദേഹത്തിന് എത്ര? 5,000 താഴെയാണ് സാലറി എങ്കിൽ അദ്ദേഹത്തിന് ഡി എ എത്ര പെർസെൻറ്റേജ് കിട്ടുള്ളൂ? 1% കിട്ടുള്ളൂ. അപ്പോൾ ഇതും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഈഫ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈഫ് എന്ന് ടൈപ്പ് ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ആദ്യത്തെ പാരാമീറ്റർ നമ്മൾ ലോജിക്കൽ ടെസ്റ്റ്. എന്താ ലോജിക്കൽ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ഗിരീഷ് എന്ന് പറയുന്ന എംപ്ലോയിയുടെ സാലറി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5,000 ആണോ? അതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കോമ 5,000 ആണെങ്കിൽ, ഈ ഒരു ലോജിക്കൽ ടെസ്റ്റ് ട്രൂ ആണെങ്കിൽ, വാല്യൂ ഇഫ് ട്രൂ, ഈ ഒരു ലോജിക്കൽ ടെസ്റ്റ് ട്രൂ ആണെങ്കിൽ ഡി എ എത്ര കിട്ടണം? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ, അദ്ദേഹത്തിൻ്റെ സാലറീൻ്റെ 5% എന്ത് കിട്ടണം? അദ്ദേഹത്തിന് ഡി എ കിട്ടണം. അതാണ് ട്രൂ എന്നുള്ളത്, വാല്യൂ ട്രൂ എന്നുള്ളത് കൊടുക്കേണ്ടത്. K3 ഇൻറ്റു 5%. ഇനി ഈ ലോജിക്കൽ ടെസ്റ്റ് ട്രൂ അല്ല ഫാൾസ് ആണെങ്കിൽ, ലാസ്റ്റത്തെ പാരാമീറ്റർ, മൂന്നാമത്തെ പാരാമീറ്റർ, ഈ വാല്യൂ ഈ ഫാൾസ്, ഈ ഒരു ലോജിക്കൽ ടെസ്റ്റ് തെറ്റാണെങ്കിൽ, ഈ ഗിരീഷ് എന്ന് പറയുന്ന എംപ്ലോയിയുടെ സാലറി 5,000 താഴെയാണെങ്കിൽ അദ്ദേഹത്തിന് എത്ര ഡി എ കിട്ടുക? അദ്ദേഹത്തിൻ്റെ സാലറീൻ്റെ 1%. K3 ഇൻറ്റു 1% എന്ന് കൊടുക്കണം. ഇനി എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻട്രി കീ അടിക്കുക.
അപ്പോൾ എന്ത് കിട്ടി? ഈ ഒരു ഗിരീഷ് എന്ന് പറയുന്ന ആളുടെ നമുക്ക് എന്ത് കിട്ടി? DA കിട്ടി. ഗിരീഷ് എന്ന് പറയുന്ന ആൾക്ക് 425 DA കിട്ടാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ സാലറി 5000-ൻ്റെ മുകളിലാണ്. അപ്പോൾ എന്ത് കിട്ടും? 8500-ൻ്റെ 5% 425 അദ്ദേഹത്തിന് എന്ത് കിട്ടും? DA കിട്ടും. ഇനി എന്ത് ചെയ്താൽ മതി? നമ്മൾ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെയൊക്കെ എന്ത് കിട്ടും? DA നമുക്ക് എക്സൽ ഓട്ടോമാറ്റിക്കലി കണ്ടെത്തി തരും. ഓക്കെ. ഇനി ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത് എന്ത് കണ്ടെത്തണം? TA കണ്ടെത്തണം. ട്രാവലിംഗ് എലമെൻറ്റ്സ് കണ്ടെത്തണം. TA കണ്ടെത്താനായിട്ട് നമുക്ക് ഈ ബോക്സിൽ എന്താ പറയുന്നത്? മൂന്നാമത്തെ നോക്കിയേ. ഇഫ് സാലറി എബോവ് 5000 TA വിൽ ബി 5% ഓഫ് സാലറി, അതേഴ്സ് വിൽ നോട്ട് എലിജിബിൾ ഫോർ TA. അതായത് ഒരു എംപ്ലോയിയുടെ സാലറി 5000-ൻ്റെ മുകളിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാലറി എത്രയാണോ അതിൻ്റെ 5% എന്ത് കിട്ടും? TA കിട്ടും. അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും എന്ത് കിട്ടൂല? TA കിട്ടൂല. 5000-ന് താഴെ സാലറി ഉള്ള എംപ്ലോയീസിൻ്റെ ഒക്കെ നേരെ TA എന്ന് പറഞ്ഞ കുളത്തിൽ നോട്ട് എലിജിബിൾ അല്ല, TA കിട്ടാൻ എലിജിബിൾ അല്ല എന്നാണ് വരേണ്ടത്. ടെക്സ്റ്റ് ചെയ്തിട്ട് വരണം. ഓക്കെ. സോ ഇതെങ്ങനെയാണ് നമുക്ക് TA എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതും ഈ ഫംഗ്ഷൻ വെച്ചിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. ഈക്വൽ ടു ഈഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് പാരാമീറ്റർ എന്താ? ലോജിക്കൽ ടെസ്റ്റ് അല്ലേ? എന്താ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? K3. ഈ ഗിരീഷ് എന്ന് പറയുന്ന ആളുടെ സാലറി കിടക്കുന്ന K3 എന്ന് പറയുന്ന സെല്ലിലെ ഡാറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5000 ആണോ? അതാണ് നമ്മൾ ലോജിക്കൽ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി കോമ കൊടുക്കുക. ഈ ലോജിക്കൽ ടെസ്റ്റ് ട്രൂ ആണെങ്കിൽ, വാല്യൂ ഇഫ് ട്രൂ, ഈ ലോജിക്കൽ ടെസ്റ്റ് ട്രൂ ആണെങ്കിൽ, അതായത് K3 എന്ന് പറയുന്ന ഗിരീഷ് എന്ന് പറയുന്ന ആളുടെ സെല്ലിൽ കൊടുത്തിരിക്കുന്ന K3 എന്ന് പറയുന്ന സെല്ലിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റ 5000-ൻ്റെ മുകളിലാണെങ്കിൽ, ഇത് ട്രൂ ആണെങ്കിൽ അദ്ദേഹത്തിന് എത്ര TA കിട്ടേണ്ടത്? അദ്ദേഹത്തിൻ്റെ സാലറിൻ്റെ K3 ഇൻറ്റു എത്ര പെർസെൻറ്റേജാ? 5%. അദ്ദേഹത്തിൻ്റെ സാലറിൻ്റെ 5% എന്ത് കിട്ടണം? അദ്ദേഹത്തിന് TA കിട്ടണം. കോമ ഇത് ട്രൂ അല്ലെങ്കിൽ, ഈ ഒരു ലോജിക്കൽ ടെസ്റ്റ് ട്രൂ അല്ലെങ്കിൽ, അതായത് ഗിരീഷ് എന്ന് പറയുന്ന ആളുടെ സാലറി ബിലോ 5000 ആണെങ്കിൽ, 5000-ന് താഴെയാണെങ്കിൽ, ഈ ഒരു ലോജിക്കൽ ടെസ്റ്റ് ഫാൾസ് ആണെങ്കിൽ എന്താ വരേണ്ടത്? TA എന്ന് പറയുന്ന കോളത്തിൽ നോട്ട് എലിജിബിൾ എന്നാണ് വരേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? ഡബിൾ ടെ കോമയിൽ നോട്ട് എലിജിബിൾ എന്ന് കൊടുക്കുക. ഡബിൾ ടെ കോമ ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ദെൻ എൻ്റർ കീ അടിക്കുക. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളവരൊക്കെ കണ്ടെത്തി തരും. നോക്കി, ഇവിടെ 2 പേര് എലിജിബിൾ അല്ല. ആരൊക്കെ? മഹേഷും അതുപോലെ തന്നെ രാജു എന്തല്ല? ഈ TA കിട്ടാൻ എലിജിബിൾ അല്ല. ഈ മഹേഷും അതുപോലെ തന്നെ രാജും എലിജിബിൾ അല്ല. ഈ TA കിട്ടാൻ എലിജിബിൾ അല്ലാത്തതിൻ്റെ കാരണം എന്താ? ഇവരുടെ 2 പേരുടെയും സാലറി ബിലോ 5000 ആണ്. മഹേഷിൻ്റെ 1500-ഉം രാജുവിൻ്റെ 3500 ആണ്. ഇനി ഇവരുടെ മഹേഷിൻ്റെ സാലറി ഞാൻ 5000 ആക്കുകയാണെങ്കിൽ പിന്നെ മഹേഷിന് എന്ത് കിട്ടും? അതിൻ്റെ 5% 250 എന്ത് കിട്ടും? TA കിട്ടും. ഇനിയിപ്പോൾ രാജുവിൻ്റെ സാലറി ഞാൻ 5001 ആക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് കിട്ടും? 250.05 എന്ത് കിട്ടും? TA കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ. സോ അങ്ങനെ നമ്മൾ എന്ത് കണ്ടെത്തി? TA കണ്ടെത്തി. ഇനി നമ്മൾ എന്ത് കിട്ടണം? ടോട്ടൽ സാലറി. ഈ ഓരോ എംപ്ലോയീസിനും കിട്ടുന്ന ടോട്ടൽ സാലറി നമ്മൾ കണ്ടെത്തണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏതാണെന്ന് വെച്ചാൽ സം ആണ്. ഇസ് ഈക്വൽ ടു സം. ഓക്കെ. അപ്പോൾ നമ്മൾ സം കണ്ടെത്താനുള്ള ഷോർട്ട് കീ നമുക്കറിയാലോ. ആൾട്ട് ഈക്വൽ പ്രസ് ചെയ്യുക. അപ്പോൾ എന്താവും? ഇസ് ഈക്വൽ ടു സം വരും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും, റേഞ്ച് സെലക്ട് ആവും, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. നമ്മൾ എൻ്റർ കീ അടിച്ചാൽ മാത്രം മതി. ഇനി എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എംപ്ലോയീസിൻ്റെ ഒക്കെ ടോട്ടൽ സാലറി എക്സൽ നമുക്ക് എന്ത് ചെയ്ത് തരും? കണ്ടെത്തി തരും. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഈഫ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് പഠിച്ചത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നെസ്റ്റഡ് ഈഫ് എന്ന് പറയുന്ന മറ്റൊരു ലോജിക്കൽ ഫംഗ്ഷനിലേക്ക് പോവാം. നെസ്റ്റഡ് ഈഫ് എന്ന് പറയുന്ന ലോജിക്കൽ ഫംഗ്ഷൻ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, അതിൽ ഒന്നിൽ കൂടുതൽ ക്രൈറ്റീരിയകൾ ഉണ്ടെങ്കിൽ, 2 അതിൽ കൂടുതലോ ക്രൈറ്റീരിയകൾ ഉണ്ടെങ്കിൽ, കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, അതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണെന്ത്? നെസ്റ്റഡ് ഈഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. നെസ്റ്റഡ് ഈഫ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ വീണ്ടും ഈഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ നെസ്റ്റഡ് ഈഫ് എന്ന് പറയാം. ഈഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ വീണ്ടും നമ്മൾ ഈ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? നെസ്റ്റഡ് ഈഫ് എന്ന് പറയാം. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ഇൻസെൻറ്റീവ് ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്, സെയിൽസ്മാൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, സെയിൽസ് വാല്യൂ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് കണ്ടെത്തണം? ഇൻസെൻറ്റീവ് കണ്ടെത്തണം.
ഇൻസെൻറ്റീവ് കണ്ടെത്താനുള്ള മെട്രിക്സ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ലെസ് ദാൻ 40,000 ആണെങ്കിൽ നിൽ. ഒരു എംപ്ലോയിയുടെ സെയിൽസ് വാല്യൂ 40,000 താഴെയാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് കിട്ടൂല, ഇൻസെൻറ്റീവ് ഒന്നും കിട്ടൂല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേരെ ഇൻസെൻറ്റീവ് കോളത്തിൽ നില്ലെന്നാണ് വരേണ്ടത്. ഇനി ഇൻ ബിറ്റ്വീൻ 40,000 ആൻഡ് 80,000, 40,000 80,000 ഇടയിലാണ് ഒരു എംപ്ലോയിയുടെ സെയിൽസ് വാല്യൂ എങ്കിൽ അദ്ദേഹത്തിന് എന്ത് കിട്ടും, അദ്ദേഹത്തിൻ്റെ സെയിൽസ് വാല്യൂൻ്റെ 10% എന്ത് കിട്ടും, ഇൻസെൻറ്റീവ് കിട്ടും. ഇനി ഗ്രേറ്റർ ദാൻ ഇത് ഈക്വൽ ടു 80,000, 80,000 അതിൻ്റെ കൂടുതലോ ആണ് ഒരു എംപ്ലോയിയുടെ സെയിൽസ് വാല്യൂ എങ്കിൽ അദ്ദേഹത്തിൻ്റെ സെയിൽസ് വാല്യൂൻ്റെ 15%, 15% എന്ത് കിട്ടും, ഈ ഇൻസെൻറ്റീവ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ 2ൽ കൂടുതൽ എന്തുണ്ട്, കണ്ടീഷൻസ് ഉണ്ട്, ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വെറും ഈഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ അവിടെ നമ്മൾ ഈഫിൻ്റെ ഉള്ളിൽ വീണ്ടും ഈഫ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തിട്ട് നെസ്റ്റഡ് ഈഫ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇല്ലുസ്ട്രേഷൻ നമ്മൾ സോൾവ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് കിട്ടുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇൻസെൻറ്റീവ് പ്രകാശ് എന്ന് പറയുന്ന എംപ്ലോയിയുടെ നേരെ ഇൻസെൻറ്റീവ് എന്ന് പറയുന്ന കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, സീക്വൽ ടു ഈഫ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് പാരാമീറ്റർ എന്താണല്ലോ, ലോജിക്കൽ ടെസ്റ്റ് ആണല്ലേ. നമ്മൾ ആദ്യം എന്താ ടെസ്റ്റ് ചെയ്യേണ്ടത്, ഈ പ്രകാശ് എന്ന് പറയുന്ന ആളുടെ സെയിൽസ് വാല്യൂ കിടക്കുന്ന B3 എന്ന് പറയുന്ന സെല്ലിലെ ഡാറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80,000 ആണോ, ആദ്യം അതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ B3 എന്ന് പറയുന്ന സെല്ലിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റ 80,000 കൂടുതലാണോ, 80,000 കൂടുതലാണെങ്കിൽ എന്താണ്, അദ്ദേഹത്തിൻ്റെ സെയിൽസ് വാല്യൂ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ സെയിൽസ് വാല്യൂ എന്താ B3 എന്ന് പറഞ്ഞ സെല്ലുള്ളത്, അതിൻ്റെ എത്ര പെർസെൻറ്റേജാ, 15%, 15% എന്ത് കിട്ടും, ഇൻസെൻറ്റീവ് കിട്ടും. ഓക്കെ, ഇനി ഒരു കോമ കൊടുക്കുക. വീണ്ടും എന്ത് ചെയ്യുക, വാല്യൂ ഫാൾസിന് ഇത് അല്ലെങ്കിൽ എന്ന് കൊടുക്കുന്നതിന് പകരം നമുക്ക് വേറെ ക്രൈറ്റീരിയ ഉണ്ടല്ലോ, 40,000 80,000 ഇടയിലാണെങ്കിൽ 10% അത് കൊടുക്കണ്ടേ. അപ്പോൾ അതിനെന്ത് വേണം, വാല്യൂ ഫാൾസിന് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം വീണ്ടും ഒരു ഈഫ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അടുത്ത ലോജിക്കൽ ടെസ്റ്റ്. ഇനി അടുത്ത നമ്മൾ എന്താ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഈ B3 എന്ന് പറയുന്ന സെല്ലിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40,000 ആണോ. നേരത്തെ നമ്മൾ B3 എന്ന് പറയുന്ന സെല്ലിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80,000 ആണോ നോക്കിയത്. ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് B3 എന്ന് പറയുന്ന സെല്ലിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40,000 ആണോ ആണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി കോമ കൊടുക്കുക. അത് ട്രൂ ആണെങ്കിൽ B3 എന്ന് പറയുന്ന സെല്ലിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റ 40,000 തുല്യമോ അതിൻ്റെ മുകളിലോ ആണെങ്കിൽ എന്താ ഇൻസെൻറ്റീവ് എത്ര കിട്ടുക, സെയിൽസ് വാല്യൂ B3 ഇൻറ്റു അതിൻ്റെ 10% അല്ലേ, B3 ഇൻറ്റു 10% ആണ് എന്ത് കിട്ടുക, ഇൻസെൻറ്റീവ് കിട്ടുക. ഇനി കോമ കൊടുക്കുക. ഇനി ഈ കണ്ടീഷൻസ്, ഈ ലോജിക്കൽ ടെസ്റ്റ് ഈ കണ്ടീഷൻസ് ഒന്നും ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആണെങ്കിൽ B3 എന്ന് പറയുന്ന സെല്ലിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റ 80,000 മുകളിലല്ല, B3 എന്ന് പറയുന്ന സെല്ലിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റ 40,000 മുകളിലല്ല, ഇതിനൊക്കെ താഴെയാണെങ്കിൽ എന്താ വരേണ്ടത്, ലെസ് ദാൻ 40,000 ആണെങ്കിൽ നില്ലെന്ന് വരണം അല്ലേ, റിസൾട്ട് നില്ല എന്ന് വരണം. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം, ഡബിൾ ട കോമയിൽ നില്ലെന്ന് ടൈപ്പ് ചെയ്യണം, ഡബിൾ ട കോമ ക്ലോസ് ചെയ്യണം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം, ഓപ്പൺ ചെയ്ത ബ്രാക്കറ്റൊക്കെ എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക, ദെൻ എൻ്റർ കീ അടിക്കുക. ഇനി എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരുടെയും ഇൻസെൻറ്റീവ് എന്ത് കണ്ടെത്തി തരും, എക്സൽ കണ്ടെത്തി തരും. അപ്പോൾ 2 എംപ്ലോയിയുടെ അമാൻ്റെയും അതുപോലെ തന്നെ രാഹുലിൻ്റെയും ഇൻസെൻറ്റീവ് നില്ലെന്ന് വരാനുള്ള കാരണം എന്താടാ, ഈ അമാൻ്റെയും രാഹുലിൻ്റെയൊക്കെ ഈ സെയിൽസ് വാല്യൂ ബിലോ എന്താണ്, 40,000 ആണ്. അതുകൊണ്ടാണ് ഇവരുടെയൊക്കെ ഇൻസെൻറ്റീവ് എന്ത് വന്നത്, നില്ലെന്ന് വന്നത്. ഓക്കെ, ഇനി പ്രകാശിൻ്റെ സെയിൽസ് വാല്യൂ നോക്കിയേ 75,872 ആണ്, 40,000 80,000 ഇടയിലാണ് അല്ലേ. അതുകൊണ്ട് എന്ത് കിട്ടി, അദ്ദേഹത്തിൻ്റെ സെയിൽസ് വാല്യൂൻ്റെ 10% ഇൻസെൻറ്റീവ് കിട്ടി. ഇനി സബരീഷിൻ്റെയും ജിതേഷിൻ്റെയും ഫിലിപ്പിൻ്റെ ഒക്കെ സെയിൽസ് വാല്യൂ എന്ന് പറയുന്നത് 80,000 മുകളിലാണ്. അതുകൊണ്ട് അവർക്ക് എന്ത് കിട്ടി, അവരുടെയൊക്കെ സെയിൽസ് വാല്യൂൻ്റെ 15% എന്ത് കിട്ടി, ഇൻസെൻറ്റീവ് കിട്ടി. ഓക്കെ, അപ്പോൾ ഈഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ വീണ്ടും ഈഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ടൈപ്പ് ചെയ്തിട്ട് കാൽക്കുലേഷൻ ചെയ്യുന്നതിനാണ് വിളിക്കുന്ന പേരാണ് എന്ത്, നെസ്റ്റഡ് ഈഫ്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കൊരു കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇല്ലസ്ട്രേഷനും കൂടി നോക്കാം. നെസ്റ്റഡ് ഈഫുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഇല്ലസ്ട്രേഷൻ കൂടി നോക്കാം. ഇവിടെ നോക്കിയേ, ഒരു സ്റ്റുഡൻറ്റിന് അദ്ദേഹത്തിന് കിട്ടിയ മാർക്ക് ഷീറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വ്യത്യസ്ത സബ്ജക്റ്റിൽ കിട്ടിയ മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. സബ്ജക്റ്റിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, സ്കോർ കൊടുത്തിട്ടുണ്ട്,
ഗ്രേഡ് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. ഗ്രേഡ് കണ്ടെത്താനുള്ള ഗ്രേഡ് മെട്രിക്സ് അഥവാ മാർക്ക് മെട്രിക്സ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്കോഴ്സ് കൊടുത്തിട്ടുണ്ട്, ഗ്രേഡും കൊടുത്തിട്ടുണ്ട് അല്ലേ. എങ്ങനെ സ്കോഴ്സ് വരുന്നത്? 90-നും 100-നും ഇടയിലാണ് മാർക്കെങ്കിൽ എ ഗ്രേഡ് ആണ് കിട്ടുക. 80-നും 89-നും ഇടയിലാണ് സ്കോർ വരുന്നതെങ്കിൽ ആ സബ്ജക്റ്റിന് എ ഗ്രേഡ് ആണ് കിട്ടുക. 70-നും 79-നും ഇടയിലാണ് ആ സബ്ജക്റ്റിന് സ്കോർ വരുന്നതെങ്കിൽ ആ സ്റ്റുഡൻറ്റിന് ആ സബ്ജക്റ്റിൽ B+ ആണ് കിട്ടുക. ഇനി 60-നും 69-നും ഇടയിലാണെങ്കിൽ ബി ഗ്രേഡ് കിട്ടും. ഇനി 50-നും 59-നും ഇടയിലാണെങ്കിൽ C+ എന്ന് പറയുന്ന ഗ്രേഡ് കിട്ടും. 40-നും 49-നും ഇടയിലാണെങ്കിൽ C എന്ന് പറയുന്ന ഗ്രേഡ് കിട്ടും. ഈ 30-നും 39-നും ഇടയിലാണെങ്കിൽ D+ എന്ന് പറയുന്ന ഗ്രേഡ് കിട്ടും. 20-നും 29-നും ഇടയിലാണെങ്കിൽ D എന്ന് പറയുന്ന ഗ്രേഡ് കിട്ടും. ഇനി ബിലോ 20 ഒരു സ്റ്റുഡൻറ്റിന് ഒരു സബ്ജക്റ്റിൽ കിട്ടിയ മാർക്ക് 20-നേക്കാൾ താഴെയാണെങ്കിൽ അദ്ദേഹത്തിന് ആ സബ്ജക്റ്റിൽ E ഗ്രേഡ് എന്ന് പറയുന്ന ഗ്രേഡാണ് കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് നെസ്റ്റഡ് ഈഫ്, ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ ഇതിവിടെ നമ്മൾ നെസ്റ്റഡ് ഈഫ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷനാണ് നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിന് ഇംഗ്ലീഷിൽ കിട്ടിയ ഗ്രേഡ് എങ്ങനെയാണ് നമുക്ക് കണ്ടെത്തുക? അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഡാറ്റയേ ഉള്ളൂ. കുറച്ച് ഡാറ്റ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, A 85-ന് A എന്ന് കിട്ടും, മലയാളത്തിന് 96 അപ്പോൾ അത് A+ കിട്ടും, അങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരുപാട് ഡാറ്റ ഉണ്ടായിരുന്നുവെങ്കിൽ, ഒരുപാട് ഡാറ്റ ഉള്ള സമയത്ത് നമുക്കിങ്ങനെ ടൈപ്പ് ചെയ്ത് പോലെ അത്ര സിമ്പിളായിട്ടുള്ള പരിപാടിയല്ല. നേരെ മറിച്ച് നമുക്ക് ഒറ്റ ക്ലിക്കിൽ മൊത്തം സബ്ജക്റ്റിൻ്റെയും ഗ്രേഡ് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ഈസിയർ അല്ലേ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യുന്നു നോക്കാം. നെസ്റ്റഡ് ഈഫ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ എന്ത് ചെയ്യുക, സീക്വൽ ടു ഈഫ് എന്ന് കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഫസ്റ്റ് പാരാമീറ്റർ എന്താ, ലോജിക്കൽ ടെസ്റ്റ് അല്ലേ. നമ്മൾ എന്താ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, I3 എന്ന് പറയുന്ന സെല്ലിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 ആണോ, 90-നോ 90-നേക്കാൾ കൂടുതലാണോ, ആണെങ്കിൽ ഇത് ട്രൂ ആണെങ്കിൽ, വാല്യൂ ഇഫ് ട്രൂ, ഇത് ട്രൂ ആണെങ്കിൽ ആ ഒരു ഗ്രേഡ് എന്ന് പറഞ്ഞ കോളത്തിൽ എന്താ വരേണ്ടത്, A+ എന്ന് വരണം അല്ലേ. ഡബിൾ കോമയിലാണ് A+ കൊടുക്കേണ്ടത്, കാരണം ടെക്സ്റ്റ് ആണല്ലോ. ഇനി എന്ത് ചെയ്യുക, കോമ കൊടുക്കുക. പിന്നെ നമ്മൾ എന്ത് കൊടുക്കുക, വാല്യൂ ഫാൾസ് കൊടുക്കുന്നതിന് പകരം വീണ്ടും ഈഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇനി ഫസ്റ്റ് പാരാമീറ്റർ എന്താ, ലോജിക്കൽ ടെസ്റ്റ്. എന്താണ്, I3 എന്ന് പറയുന്ന സെല്ലിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നേരത്തെ 90 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 90 ആണോ നോക്കിയത് അല്ലേ. ഇനി നമ്മൾ എന്ത് നോക്കണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 ആണോ എന്ന് നോക്കണം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 ആണോ ആണെങ്കിൽ ഈ I3 എന്ന് പറയുന്ന സെല്ലിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റ 80-നേക്കാൾ കൂടുതലോ ആണെങ്കിൽ അദ്ദേഹത്തിന് എത്ര ഗ്രേഡ് കിട്ടേണ്ടത്, ഡബിൾ കോമയിൽ A എന്ന് കൊടുക്കുക, ഡബിൾ കോമ ക്ലോസ് ചെയ്യുക. ഇനി എന്ത് കൊടുക്കുക, ഒരു കോമ കൊടുക്കുക, വീണ്ടും ഈഫ് കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ലോജിക്കൽ ടെസ്റ്റാണ് വരുന്നത്. എന്താ ലോജിക്കൽ ടെസ്റ്റ്, പിന്നെന്താ നമ്മൾ ലോജിക്കൽ ടെസ്റ്റ് കൊടുക്കാൻ പോകുന്നത്, ഈ I3 എന്ന് പറയുന്ന സെല്ലിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70 ആണോ, I3 എന്ന് പറയുന്ന സെല്ലിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റ 70-ഓ അതിൻ്റെ മുകളിലോ ആണോ, ആണെങ്കിൽ വാല്യൂ ട്രൂ, അത് ട്രൂ ആണെങ്കിൽ എന്താണ് വരേണ്ടത്, അദ്ദേഹത്തിന് എത്ര ഗ്രേഡ് വരേണ്ടത്, 70-നും 80-നും ഇടയിലാണെങ്കിൽ എത്ര ഗ്രേഡ് വരേണ്ടത്, B+. അപ്പോൾ ഡബിൾ കോമയിൽ എന്ത് കൊടുക്കും, B+ എന്ന് കൊടുക്കും, ഡബിൾ കോമ ക്ലോസ് ചെയ്യും. എന്നിട്ട് എന്ത് കൊടുക്കും, ഈഫ്, വീണ്ടും ഈഫ് ഉപയോഗിക്കും, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. എന്നിട്ട് അടുത്ത ലോജിക്കൽ ടെസ്റ്റ്, I3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നേരത്തെ 70 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 70 ആണ് നോക്കിയത്, ഇനി നമ്മൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 60 ആണോ എന്ന് നോക്കുന്നത്. ഇനി കോമ കൊടുക്കുക. ഈ I3 എന്ന് പറയുന്ന സെല്ലിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 60 ആണെങ്കിൽ, ട്രൂ ആണെങ്കിൽ ഗ്രേഡ് എത്ര വരേണ്ടത്, 60-ന് മുകളിലാണെങ്കിൽ B എന്ന് വരണം. എന്നിട്ട് ഡബിൾ കോമ ക്ലോസ് ചെയ്യുക, കോമ കൊടുക്കുക. വീണ്ടും എന്ത് ചെയ്യുക, ഈഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. I3 എന്ന് പറയുന്ന സെല്ലിൽ ക്ലിക്ക് ചെയ്യുക, അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്രയാണ് നോക്കേണ്ടത്, 50 ആണോ എന്ന് നോക്കുക. ആണെങ്കിൽ ഈ 50 ആണെങ്കിൽ 50-ന് 50-ഓ 50-ൽ കൂടുതലോ ആണെങ്കിൽ അദ്ദേഹത്തിന് എത്ര ഗ്രേഡ് കിട്ടേണ്ടത്, C+. അപ്പോൾ ഡബിൾ കോമ എന്ത് കൊടുക്കുക, C+ എന്ന് കൊടുക്കുക, ഡബിൾ കോമ ക്ലോസ് ചെയ്യുക. വീണ്ടും ഒരു കോമ കൊടുക്കുക. വീണ്ടും എന്ത് ചെയ്യുക, ഈഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ C+ എന്ന് പറഞ്ഞിട്ട് ഈഫ് I3 I3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 ആണെങ്കിൽ, 50-നേക്കാൾ കൂടുതലാണെങ്കിൽ എന്താ വരേണ്ടത്, C+ എന്ന് വരണം. ഇനി ഡബിൾ കോമ ക്ലോസ് ചെയ്യുക, വീണ്ടും ഒരു കോമ കൊടുക്കുക, വീണ്ടും എന്ത് കൊടുക്കുക, ഈഫ് കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇനി നമ്മൾ എന്താ നോക്കുന്നത്, I3 എന്ന് പറഞ്ഞ സെല്ലിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്രയാണ് നോക്കേണ്ടത്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40 ആണോ,
40 മുകളിലോ ആണെങ്കിൽ എന്താ അദ്ദേഹത്തിൻ്റെ റിസൾട്ട് വരേണ്ടത്, എത്ര ഗ്രേഡ് വരേണ്ടത്, സി എന്ന് വരണം. ഡബിൾ കോമ ക്ലോസ് ചെയ്തു, കോമ എടുത്തു, പിന്നെയും വീണ്ടും ഈഫ് എന്ന് കൊടുത്തു. ലോജിക്കൽ ടെസ്റ്റ് അല്ലേ, I3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ത് പിന്നെ 30 ആണോ 30 ആണോ ആണെങ്കിൽ എന്താണ് വരേണ്ടത്, D+ എന്ന് പറഞ്ഞിട്ട് ഗ്രേഡ് വരണം. ഓക്കെ, ആ ഡബിൾ കോമയിൽ കൊടുത്തു. ഇനി കോമ വീണ്ടും ഈഫ് കൊടുക്കുന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ലോജിക്കൽ ടെസ്റ്റ് I3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20 ആണോ ആണെങ്കിൽ അദ്ദേഹത്തിന് എത്ര ഗ്രേഡ് കിട്ടേണ്ടത്, ഡബിൾ കോമയിൽ D എന്ന് കൊടുക്കുക. ഇനി കോമ കൊടുക്കുക. ഇനി ഇതൊന്നും ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് ഒന്നും ട്രൂ അല്ലെങ്കിൽ ഈ കണ്ടീഷൻസ് ഒന്നും ട്രൂ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഗ്രേഡ് എത്ര കിട്ടേണ്ടത്, E എന്ന് പറഞ്ഞ ഗ്രേഡ് കിട്ടണം. അപ്പോൾ ഡബിൾ കോമയിൽ എന്ത് കൊടുക്കുക, E എന്ന് കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്ത ബ്രാക്കറ്റൊക്കെ ക്ലോസ് ചെയ്യുക. ഓപ്പൺ ചെയ്ത ബ്രാക്കറ്റൊക്കെ എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യുക. എത്ര ബ്രാക്കറ്റാണ് ഓപ്പൺ ചെയ്ത് അത്രയും ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ അടിക്കുക. ഇനി എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ മതി. ഇപ്പോൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും എന്ത് കിട്ടും, ഗ്രേഡ് കിട്ടും. ഇവിടെ നോക്കിയ ഇംഗ്ലീഷിന് എ ഗ്രേഡ് കിട്ടാനുള്ള കാരണം എന്താ, അദ്ദേഹത്തിൻ്റെ മാർക്ക് 85 80-നും 89-നും ഇടയിലാണെങ്കിൽ എ ഗ്രേഡാണ്, അതുകൊണ്ട് അവിടെ എ ഗ്രേഡ് വന്നു. ഇനി മലയാളത്തിന് A+ കിട്ടാനുള്ള കാരണം എന്താ, 100-നും 90-നും ഇടയിലാണ് മാർക്ക് വരുന്നതെങ്കിൽ A+ ആണ്, 96 മാർക്ക്, അതുകൊണ്ട് A+ വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് നെസ്റ്റഡ് ഈഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ചിട്ടാണ്. ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ വീണ്ടും ഈഫ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്ന സിറ്റുവേഷനാണ് നമ്മൾ നെസ്റ്റഡ് ഈഫ് എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിലും നമുക്ക് ത്രൂ ബൈ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഇത് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ നെസ്റ്റഡ് ഈഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നോക്കി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈഫ് ആൻഡ് അതുപോലെ ഈഫ് ഓർ എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷനെ പറ്റിയാണ്. ഓക്കെ, ഈഫ് ആൻഡ് ഈഫ് ഓർ എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷനെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈഫ് ആൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ചിട്ട് എങ്ങനെയാണ് ചില കാൽക്കുലേഷൻസ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഇതേപോലെ തന്നെ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇൻസെൻറ്റീവ് ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്, സെയിൽസ്മാൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട്, സെയിൽസ് വാല്യൂ കൊടുത്തിട്ടുണ്ട്, എക്സ്ട്രാ കളക്ഷൻ എന്ന് പറഞ്ഞ കോളം കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് കണ്ടെത്തണം, ഇൻസെൻറ്റീവ് കണ്ടെത്തണം അല്ലേ. ഇൻസെൻറ്റീവ് കണ്ടെത്താനുള്ള മെട്രിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താ ഇൻസെൻറ്റീവ് മെട്രിക്സ്, സെയിൽസ് വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40,000, കളക്ഷൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70%. ഒരു എംപ്ലോയിയുടെ സെയിൽസ് വാല്യൂ 40,000-ന് മുകളിലും അതുപോലെ കളക്ഷൻ 70% മുകളിലും വന്നു കഴിഞ്ഞാൽ ഈ 2 കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്, ഇൻസെൻറ്റീവ്സ് 10,000. ഈ 2 കണ്ടീഷൻസും ഒരു എംപ്ലോയി സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആ എംപ്ലോയിക്ക് എന്ത് കിട്ടും, അദ്ദേഹത്തിന് 10,000 കമ്മീഷൻ കിട്ടും. അതർവൈസ് ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിലോ ആ എംപ്ലോയിക്ക് ഇൻസെൻറ്റീവ് കിട്ടൂല, നോട്ട് എലിജിബിൾ, ഇൻസെൻറ്റീവ് കോളത്തിൽ നോട്ട് എലിജിബിൾ എന്ന് വരണം. ഓക്കെ, അപ്പോൾ ഒരു എംപ്ലോയിയുടെ സെയിൽസ് വാല്യൂ 40,000-ൻ്റെ മുകളിലും വരണം, കളക്ഷന് 70% മുകളിലും വരണം. ഈ 2 കണ്ടീഷനും ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇൻസെൻറ്റീവ് എന്താണ്, 10,000 ആണ്, അല്ലെങ്കിൽ എന്താണ്, നോട്ട് എലിജിബിൾ ആണ്. അപ്പോൾ പ്രകാശ് എന്ന് പറയുന്ന ആളുടെ സെയിൽസ് വാല്യൂ 40,000 എബോവ് ആണ്, കളക്ഷന് 70% എബോവ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് കിട്ടും, ഇൻസെൻറ്റീവ് 10% കിട്ടും, 10,000 എന്ന് കിട്ടും. ഇനി ഇവിടെ നോക്കിയാൽ അമാൻ എന്ന് പറയുന്ന എംപ്ലോയിയുടെ സെയിൽസ് വാല്യൂ എന്താണ്, ബിലോ 40,000 ആണ്, പക്ഷേ കളക്ഷൻ എന്തുണ്ട്, 80,000 ഉണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, ഒരു കണ്ടീഷൻ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ അല്ലേ. അദ്ദേഹത്തിന് എന്താണ്, കളക്ഷൻ മാത്രമേ 70%-ന് മുകളിൽ കിടക്കുന്നുള്ളൂ, സെയിൽസ് വാല്യൂ എന്ത് ചെയ്യുന്നില്ല, 40,000 എബോവ് കിടക്കുന്നില്ല. അപ്പോൾ ഇവിടെ എന്ത് വരണം, നോട്ട് എലിജിബിൾ എന്ന് വരണം. ഓക്കെ, നോട്ട് എലിജിബിൾ എന്ന് വരണം. അപ്പോൾ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണെന്ത്, ഈഫ് ആൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഈഫ് ആൻഡ്, അപ്പോൾ 2 കണ്ടീഷനും ഒരേ സമയം ഫുൾഫിൽ ചെയ്തിട്ട് റിസൾട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണെന്ത്, ഈഫ് ആൻഡ്. അപ്പോൾ ഈഫ് ആൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഞാനിത് സോൾവ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഞാൻ എന്ത് ചെയ്തു, ഈസ് ഈക്വൽ ടു ഈഫ് എന്ന് ടൈപ്പ് ചെയ്തു, എന്നിട്ട് ആ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ആൻഡ് എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇങ്ങനെയാണ് ഈഫ് ആൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യുക. ഈസ് ഈക്വൽ ടു ഈഫ് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ആൻഡ് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇനി എന്ത് ചെയ്യുക, ഈ ഒരു ആൻഡ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ടീഷൻസൊക്കെ എന്തൊക്കെ ലോജിക്കൽ ടെസ്റ്റാണോ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതൊക്കെ എന്ത് ചെയ്യുക, ആൻഡിൻ്റെ ഉള്ളിൽ കൊടുക്കുക. ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത് എന്താ, B3 എന്ന് പറയുന്ന സെല്ലിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈ ഒരു B3 എന്ന് പറയുന്ന സെല്ലിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40,000 ആണോ. ഓക്കെ,
അതാണ് ഒന്നാമത്തെ ടെസ്റ്റ്. ഇനി അത് മാത്രം ഫുൾഫിൽ ചെയ്താൽ പോരാ. രണ്ടാമത്തെ ലോജിക്കൽ ടെസ്റ്റ് എന്താണ്? ഈ കളക്ഷന് C3 എന്ന് പറയുന്ന സെല്ലിൽ കൊടുത്തിരിക്കുന്ന കളക്ഷന് ഡാറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70% ആണോ? ഓക്കെ. ഇനി എത്ര ലോജിക്കൽ ടെസ്റ്റ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ആൻഡിൻ്റെ ഉള്ളിൽ കൊടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് 2 ഉള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 2 കൊടുത്തു. ഇനി എന്ത് ചെയ്തു? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി എന്ത് ചെയ്യുക? കോമ കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അടുത്ത പാരാമീറ്ററിലേക്ക് ജമ്പ് ചെയ്യും. ഇപ്പോൾ എന്താ അടുത്ത പാരാമീറ്റർ? വാല്യൂ ഇഫ് ട്രൂ. ഈ ആൻഡ് എന്ന് പറയുന്ന കണ്ടീഷൻ്റെ ഉള്ളിൽ, ആൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻസൊക്കെ ഇതൊക്കെ ട്രൂ ആണെങ്കിൽ, B3 എന്ന് പറയുന്ന സെല്ലിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റ 40,000 എബോ ആണ്, C3 എന്ന് പറയുന്ന സെല്ലിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റ 70% എബോ ആണ്. ഇതൊക്കെ ട്രൂ ആണെങ്കിൽ എന്താ ഇൻസെൻറ്റീവ് എന്ന് പറയുന്ന കോളത്തിൽ എത്ര വരേണ്ടത്? 10,000. അല്ലെങ്കിലോ ഇതൊക്കെ ഈ B3 എന്ന് പറയുന്ന സെല്ലിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റ 40,000-ൻ്റെ ബിലോ ആണ്, C3 എന്ന് പറയുന്ന സെല്ലിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റ 70%-ൻ്റെ ബിലോ ആണ്. അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് ബിലോ ആണെങ്കിൽ എന്താണ് വരേണ്ടത്? നോട്ട് എലിജിബിൾ എന്ന് വരണം. നോട്ട് എലിജിബിൾ എന്ന് വരണം. ഡബിൾ കോമയിൽ കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ കീ അടിച്ചു. ഓക്കെ. ഇനി എന്ത് ചെയ്താൽ മതി? ബാക്കിയുള്ളവരുടെ ഇൻസെൻറ്റീവ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ മതി. ഇവിടെ നോക്കിയ ഈ പ്രകാശിന് 10,000 ഇൻസെൻറ്റീവ് കിട്ടാനുള്ള കാരണം എന്താ? കാരണം പ്രകാശിൻ്റെ സെയിൽസ് വാല്യൂ 40,000 എബോ ആണ്, കളക്ഷനും 70% എബോ ആണ്. ഇനി അമാൻ എന്ന് പറയുന്ന എംപ്ലോയിക്ക് അദ്ദേഹത്തിൻ്റെ ഇൻസെൻറ്റീവ് നോട്ട് എലിജിബിൾ ആവാനുള്ള കാരണം എന്താ? അദ്ദേഹത്തിൻ്റെ ഈ കളക്ഷന് 80% എബോ 70% എബോ 80% വന്നെങ്കിലും പക്ഷേ അദ്ദേഹത്തിൻ്റെ സെയിൽസ് വാല്യൂ ബിലോ 40,000 ആണ്. അതുകൊണ്ടാണ് നോട്ട് എലിജിബിൾ വന്നത്. ഇനി അടുത്ത് നോക്കിയാൽ രാഹുൽ എന്ന് പറയുന്ന എംപ്ലോയിക്ക് നോട്ട് എലിജിബിൾ, ഇൻസെൻറ്റീവ് നോട്ട് എലിജിബിൾ ആവാനുള്ള കാരണം എന്താ? അദ്ദേഹത്തിൻ്റെ സെയിൽസ് വാല്യൂ ബിലോ 40,000 ആണ്, അദ്ദേഹത്തിൻ്റെ കളക്ഷനും എന്താണ്? ബിലോ 70% ആണ്. ഇനി സബരീഷ് എന്ന് പറയുന്ന എംപ്ലോയിയുടെ ഇൻസെൻറ്റീവ് നോട്ട് എലിജിബിൾ ആവാനുള്ള കാരണം എന്താ? അദ്ദേഹത്തിൻ്റെ സെയിൽസ് വാല്യൂ 40,000 എബോ ഉണ്ടെങ്കിലും പക്ഷേ അദ്ദേഹത്തിൻ്റെ കളക്ഷൻ നോക്കിയേ ബിലോ 70% ആണ്, 40% വരുന്നുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇൻസെൻറ്റീവ് നോട്ട് എലിജിബിൾ ആയത്. ഇനി ജിതേഷിനും ഫിലിപ്പിനും ഇൻസെൻറ്റീവ് 10,000 റുപ്പീസ് വീതം എന്ത് ചെയ്യുന്നുണ്ട്? ലഭിക്കുന്നുണ്ട്. കിട്ടാനുള്ള കാരണം, ജിതേഷിന് കിട്ടാനുള്ള കാരണം ജിതേഷിൻ്റെ സെയിൽസ് വാല്യൂ എബോ 40,000 ആണ്, കളക്ഷനും 70% ഉണ്ട്. അതുകൊണ്ട് 10,000 എന്ത് കിട്ടി? ഇൻസെൻറ്റീവ് കിട്ടി. ഇനി ഫിലിപ്പിന് 10,000 കമ്മീഷൻ ഇൻസെൻറ്റീവ് കിട്ടാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ സെയിൽസ് വാല്യൂ എബോ 40,000 വന്നിട്ടുണ്ട്, കളക്ഷനും എബോ 70% എബോ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് കിട്ടി? 10,000 എന്ത് കിട്ടി? ഇൻസെൻറ്റീവ് കിട്ടി. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 2 ക്രൈറ്റീരിയകൾ ഒരേ സമയം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയും അതിൻ്റെ റിസൾട്ട് ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണെന്ത്? ഈഫ് ആൻഡ്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമ്മളിവിടെ E4 എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്കത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈഫ് ആൻഡ് വെച്ചിട്ടാണ് ചെയ്തത് അല്ലേ. ഇനി E4 എന്താ ടേൺ ചെയ്യുക? E4 എന്ന് പറയുന്ന ഫംഗ്ഷന് ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്നുണ്ടോ? ഒന്നല്ലെങ്കിൽ സെയിൽസ് വാല്യൂ 40,000 എബോ വരുന്നുണ്ടോ, അല്ലെങ്കിൽ കളക്ഷന് 70% എബോ വരുന്നുണ്ടോ. ഇതിലേതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എംപ്ലോയിക്ക് എന്ത് കിട്ടും? ഇൻസെൻറ്റീവ് 10,000 എന്ന് കിട്ടും. ഇപ്പോൾ രണ്ടും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് കിട്ടൂല? ഇൻസെൻറ്റീവ് കിട്ടൂല. ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് കിട്ടും? ഇൻസെൻറ്റീവ് കിട്ടും. ഓക്കെ. നമ്മൾ ഈ ഫാൻഡിൽ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടാണ് ഈ ഫാൻഡിൽ നമുക്ക് റിസൾട്ട് ഫിഗർ ഔട്ട് ചെയ്ത് തന്നത്. എന്നാൽ E4 നമ്മൾ എന്താണ്? ഇതിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് കിട്ടും? 10,000 ഇൻസെൻറ്റീവ് കിട്ടും. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ ചെയ്ത സമയത്ത് പിന്നെ അമാൻ എന്ന് പറയുന്ന എംപ്ലോയിയുടെ കമ്മീഷന് 70% എബോ വന്നു, പക്ഷേ സെയിൽസ് വാല്യൂ എന്ത് വന്നില്ല? 40,000 എബോ വന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് നോട്ട് എലിജിബിൾ ആയി. കാരണം ഇവിടെ നമ്മൾ ഈഫ് ആൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഉപയോഗിച്ചത് അല്ലേ. ഇനി നമ്മൾ E4 എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഈഫ് ഓർ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ അമാൻ എന്ത് കിട്ടും? 10,000 കമ്മീഷൻ കിട്ടും. കാരണം എന്താ? അദ്ദേഹത്തിൻ്റെ സെയിൽസ് വാല്യൂ 40,000 ബിലോ ആണെങ്കിലും കളക്ഷൻ എന്ത് വന്നു? 70% എബോ വന്നു. അപ്പോൾ അദ്ദേഹത്തിന് 10,000 കമ്മീഷൻ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈഫ് ഓർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്നും ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഈസ് ഈക്വൽ ടു ഈഫ് എന്ന് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ആൻഡ് ചെയ്ത പുറത്ത് തന്നെ ഓർ എന്ന് പറയുന്ന ഫംഗ്ഷന് ഞാൻ എന്ത് ചെയ്തു? ടൈപ്പ് ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക? നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോജിക്കൽ ടെസ്റ്റുകളൊക്കെ കൊടുക്കുക. എന്താണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോജിക്കൽ ടെസ്റ്റുകളൊക്കെ? ആദ്യം എന്ത് ചെയ്യാണ്? ഈ ഒരു ഡാറ്റ B3 എന്ന് പറയുന്ന ആദ്യത്തെ ലോജിക്കൽ ടെസ്റ്റ് എന്താ? B3 എന്ന് പറയുന്ന സെല്ലിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു
40,000 ആണോ? ഓക്കെ, ഇനി കോമ കൊടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ ലോജിക്കൽ ടെസ്റ്റ്, C3 എന്ന് പറയുന്ന സെല്ലിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70% ആണോ? ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, കോമ കൊടുക്കുക. ഓക്കെ, ഇതിലേതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ, രണ്ടും ട്രൂ ആവണ്ട, ഇതിലേതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ എന്താണ്, അദ്ദേഹത്തിന് എന്ത് കിട്ടും? 10,000 കമ്മീഷൻ കിട്ടും. ഇത് രണ്ടും ട്രൂ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്താണ്? നോട്ട് എലിജിബിൾ. എന്ത് കിട്ടൂല? അദ്ദേഹത്തിന് ഒരു ഇൻസെൻറ്റീവും കിട്ടൂല. ഓക്കെ, ഇനി ഡബിൾ കോമ ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ അടിക്കുക. അപ്പോൾ നോക്കിയേ, ഇൻസെൻറ്റീവ് നോക്കിയ ഓരോ എംപ്ലോയീസിൻ്റെയും. നേരത്തെ നമ്മൾ നോക്കിയ സമയത്ത് അമാൻ എന്തായിരുന്നു? നോട്ട് എലിജിബിൾ ആയിരുന്നു. ഇപ്പോൾ അമാൻ എന്ത് കിട്ടി? 10,000 എന്ത് കിട്ടി? ഇൻസെൻറ്റീവ് കിട്ടി, E4 എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചപ്പോൾ. ഓക്കെ, ഇവിടെ എലിജിബിൾ ആവാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. ആര്? രാഹുൽ ഇൻസെൻറ്റീവിന് എലിജിബിൾ ആവാത്ത കാരണം എന്താടാ? രാഹുലിന് സെയിൽസ് വാല്യൂം ബിലോ 40,000 ആണ്, പിന്നെ പെർസെൻറ്റേജും കളക്ഷൻ്റെ പെർസെൻറ്റേജും ബിലോ 70% ആണ്. അതുകൊണ്ടാണ് നോട്ട് എലിജിബിൾ ആയത്. ഇനി രാഹുലിൻ്റെ സെയിൽസ് വാല്യൂ മാത്രം നമുക്കൊരു 45,000 ഇട്ട് കൊടുക്കുകയാണ്, കളക്ഷന് 62,000 തന്നെ. ഇനി സെയിൽസ് വാല്യൂ 45,000 ആക്കി കഴിഞ്ഞാൽ ഇദ്ദേഹം എലിജിബിൾ ആവും. അദ്ദേഹത്തിന് എന്ത് കിട്ടും? 10,000 എന്ത് കിട്ടും? ഇൻസെൻറ്റീവ് കിട്ടും. മനസ്സിലായോ? അപ്പോൾ അതാണ് EF ആൻഡ് E4 എന്ന് പറയുന്ന ഫംഗ്ഷൻ. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഏതൊക്കെ ലോജിക്കൽ ഫംഗ്ഷൻസിനെ പറ്റി പഠിച്ചു? എല്ലാ ലോജിക്കൽ ഫംഗ്ഷൻസിനെ പറ്റിയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പിന്നെ ഏതൊക്കെ ലോജിക്കൽ ഫംഗ്ഷൻസിനെ പറ്റി പഠിച്ചു? ഏതൊക്കെയാണ് പഠിച്ചത്? ഈഫ് പഠിച്ചു, അതുപോലെ ഈഫ് ആൻഡ് പഠിച്ചു, E4 പഠിച്ചു, നെസ്റ്റഡ് ഈഫ് പഠിച്ചു അല്ലേ? ഇനി ബാക്കി വരുന്ന ലോജിക്കൽ ഫംഗ്ഷൻസ് ഒക്കെ എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിന് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.